ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ശേഖർ മനസ്സിൽ പറയുകയാണ്, നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ പ്രഭാവതി. അത്രയും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ശേഖർ പ്രഭാവതിയുടെ മുറിയുടെ മുന്നിലൂടെ പോകുമ്പോഴായിരുന്നു പ്രഭാവതി വിശാലിന് കൊടുക്കാനുള്ള ഷർട്ടിന്റെ കാര്യം പ്രതാപനോട് പറയുന്നത്. തുടർന്ന് പ്രഭാവതി മുറിയിൽ നിന്നും പോയതിനു ശേഷം ശേഖർ അങ്ങോട്ടേക്ക് ചെന്ന് ആ ഷർട്ടിന് പകരം വേറെ ഒരു ഷർട്ട് വെക്കുകയാണ്. അതിനുശേഷം പ്രഭാവതി മേടിച്ചു വെച്ചിരുന്ന ആ ഷർട്ട് എടുത്ത് കൊണ്ട് കത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശേഖർ. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, അല്ല, ബർത്ത്ഡേ ബോയ്സ് രണ്ടുപേരും കേക്ക് മുറിച്ചല്ലോ, ഞങ്ങൾക്കെന്താ കേക്ക് തരുന്നില്ലേ? വാ ഗാർഗി, വന്ന് എല്ലാവർക്കും കേക്ക് എടുത്തു കൊടുക്കാൻ വിശാൽ പറയുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ്, അതെന്താ വിശാൽ ബ്രോ അങ്ങനെ പറയുന്നത്? വിശാൽ ബ്രോ തന്നെ പാർവതിക്ക് എടുത്തു കൊടുക്ക്, ഞങ്ങൾക്കൊക്കെ പിന്നെ മതി. ഇത് കേൾക്കുന്ന സുശീലയും ജാസ്മിനും ദേഷ്യത്തോടെ ഗാർഗിയെ നോക്കുകയാണ്. തുടർന്ന് വിശാൽ സന്തോഷത്തോടെ ഒരു പീസ് കേക്ക് എടുത്ത് പാറുവിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ വിശാലിനെ നോക്കുകയാണ്. തുടർന്ന് വിശാൽ പറയുകയാണ്, അങ്കിൾ എന്താ മാറി നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ, കേക്ക് എടുക്കുന്നില്ലേ? തുടർന്ന് വിശാൽ ഒരു പീസ് കേക്ക് എടുത്ത് പ്രതാപന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പ്രതാപന്റെ കൈ വിറയ്ക്കുകയാണ്. ഇതെന്താ അങ്കിളിന്റെ കൈ വിറയ്ക്കുന്നത്? അത് ഒന്നുമില്ലെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് ശേഖർ പറയുകയാണ്, എനിക്കും കൊടുക്കണം പ്രതാപൻ സാറിന് കേക്ക്. ഇത് കേൾക്കുന്ന വിശാൽ കേക്കിന്റെ ഒരു പീസ് എടുത്തിട്ട് ശേഖറിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശേഖർ അത് മനഃപൂർവ്വം പ്രതാപന്റെ മുഖത്തേക്ക് തേക്കുകയാണ്. താൻ എന്താടോ ഈ കാണിച്ചതെന്ന് പ്രതാപൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ശേഖർ പറയുകയാണ്, അത് പിന്നെ സാർ, എനിക്ക് കണ്ണ് കാണില്ലല്ലോ, അതുകൊണ്ട് പറ്റിപ്പോയതാ, സാർ ക്ഷമിക്കണം. അപ്പോഴാണ് വിശാൽ പ്രഭാവതിയെ ശ്രദ്ധിക്കുന്നത്. വിശാൽ പറയുകയാണ്, ഇനി അമ്മ മാത്രമേ ഉള്ളൂ കേക്ക് കഴിക്കാൻ, അമ്മയും കൂടി വാ, ചെല്ലു ചേച്ചിയെന്ന് പ്രതാപനും പറയുന്നു. വേണ്ട വിശാൽ, എനിക്ക് കേക്ക് വേണ്ട, മധുരം കഴിച്ചാലേ ശരിയാകില്ല. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, പിന്നെ ഒറ്റയിരിപ്പിന് 5ഉം 10ഉം ജിലേബി തിന്നുന്ന ആളാ, മധുരം വേണ്ടെന്ന്. ഡെമ്പ് കാണിക്കാതെ വന്ന് കഴിക്കാൻ നോക്ക് ചേച്ചിയെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രതാപനെ ദേഷ്യത്തോടെ നോക്കുകയാണ് പ്രഭാവതി. ഇത് കേൾക്കുന്ന ശേഖർ പറയുകയാണ്, വാടി പ്രഭാവതി, നിനക്കുള്ള പണി ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. തുടർന്ന് ശേഖർ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. പ്രഭാവതി വിശാലിന്റെ പിറന്നാളിന് വേണ്ടി ഏത് സാരി ഉടുക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. തുടർന്ന് ഒരു കറുത്ത സാരി കാണുമ്പോൾ പ്രഭാവതി പറയുകയാണ്, കറുത്ത ബാഡ്ജ് കുത്തുന്നതിന് പകരം കറുത്ത സാരി ഉടുക്കാം, അത് തന്നെ ധാരാളം. അതേസമയം പ്രഭാവതിയുടെ ഫോണിലേക്ക് വക്കീൽ വിളിക്കുകയും പ്രഭാവതി മുറിയുടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം ശേഖർ മുറിയിലേക്ക് കയറുകയാണ്. അതിനുശേഷം പ്രഭാവതി പ്രയോഗിച്ച അതേ തന്ത്രം തന്നെ ശേഖർ ഉപയോഗിക്കുകയാണ്. പ്രഭാവതി ഉടുക്കാൻ വെച്ചിരിക്കുന്ന സാരിയിൽ ഒരു തരം കെമിക്കൽ സ്പ്രേ ചെയ്യുകയാണ് ശേഖർ. അങ്ങനെ ഫോൺ ചെയ്തതിനു ശേഷം തിരികെ വരുന്ന പ്രഭാവതി സാരി തലേണ്ടയുടെ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഞാനിത് ഇവിടെ അല്ലായിരുന്നല്ലോ വെച്ചിരുന്നത്, ഇനി ആരെങ്കിലും ഈ മുറിയിൽ വന്നോ, അതോ എനിക്ക് തോന്നിയതാണോ? ഒരു പക്ഷേ എനിക്ക് തോന്നിയതാകുമെന്ന് പ്രഭാവതി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി കേക്ക് എടുക്കാനായി കേക്കിന്റെ അരികിലേക്ക് വരുന്നതാണ്. അതേസമയം മൺചിരാതിൽ നിന്നും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ തിരിയെടുത്ത് പ്രഭാവതിയുടെ സാരിയിലേക്ക് ഇടുകയാണ് ശേഖർ. പെട്ടെന്ന് പ്രഭാവതിയുടെ സാരിക്ക് തീ പിടിക്കുന്നു. അങ്ങനെ പ്രഭാവതിയുടെ സാരിയിലേക്ക് തീ ആളി പടരുന്നതാണ് കാണിക്കുന്നത്. വിശാലും വിനയും കൂടി ചേർന്ന് സാരിയിലെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പാറുവിന് ഉദയനുരമ്മ തനിക്ക് കാട്ടിത്തന്ന കാഴ്ച ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ പാറു അടുക്കളയിലേക്ക് പോവുകയും ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് പ്രഭാവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പാറു ആ തീ അണയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൻ്റെ കാലുകൾ പൊള്ളിയ അവസ്ഥയിൽ കിടക്കുന്ന പ്രഭാവതിയെയാണ്. പ്രതാപൻ പ്രഭാവതിയുടെ കാലുകൾ തന്നെ ഇരുന്ന് കാലുകളിലേക്ക് വീശി കൊടുക്കുന്നു. ചേച്ചി, ഞാൻ അല്പം കാട്ടുതേൻ സംഘടിപ്പിച്ചിട്ട് വരാം, പൊള്ളിയതിന് അത് ബെസ്റ്റാണെന്ന് പ്രഭാവതിയോട് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതൊന്നും വേണ്ട, നീ അവിടെ ഇരുന്ന് വീശിയാൽ മാത്രം മതി. അതേസമയം വിശാലും രാധികയും പാറുവും ഗാർഗിയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ അമ്മയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഒരു പെയിൻ കില്ലർ കൊണ്ട് തീരാവുന്ന വേദനയുള്ളെന്ന് ഗാർഗി പറയുന്നു. അമ്മേ, ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടാക്കുന്ന ഒരു മരുന്നിൻ്റെ കൂട്ടുണ്ട്, ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് പാറു ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എല്ലാവരും കൂടി എന്നെ അങ്ങ് കിടത്തിക്കളയാമെന്നൊന്നും കരുതണ്ട, ഒരു ചെറിയ മുറിവ് മാത്രമാണ്, മരുന്നിട്ടാലേ ഇതങ്ങ് മാറിക്കോളും. തുടർന്ന് ഗാർഗി പറയുകയാണ്, അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, വിശാൽ ബ്രോയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എങ്ങനെയാ ഇങ്ങനെ ഒരു അസാധാരണമായ തീപിടുത്തമുണ്ടായത്? ഇതൊരു തീയായിരുന്നു, എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെയല്ലേ തീ പിടിച്ചത് എന്ന് രാധിക പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും പോയിക്കേ, അതും ഇതും പറഞ്ഞ് ചേച്ചിയെ ടെൻഷൻ അടുപ്പിക്കാതെ. അതെ, നിങ്ങളെല്ലാവരും ഒന്ന് പോയേ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പ്രഭാവതി പറയുമ്പോൾ പാറു പറയുകയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെ എല്ലാവരും മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖറിനെയാണ്. തൻ്റെ മുറിയിലേക്ക് പോകുന്ന ശേഖർ പറയുകയാണ്,
പ്രഭാവതി, നിന്റെ ആയുസിന് ഇത്ര ബലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ എന്റെ പിറന്നാളിന് ഞാൻ നിന്നെ നരകത്തിലേക്ക് എത്തിച്ചേനെ. ആ പാർവതി കൃത്യസമയത്ത് വെള്ളമൊഴിച്ചത് കൊണ്ട് മാത്രമാ നീ രക്ഷപ്പെട്ടത്. ആയിരുന്നെങ്കിൽ നിന്റെ ഫോട്ടോയിൽ മാലയിട്ട് ഞാൻ ഇന്ന് ആഘോഷിച്ചേനെ. ചെയ്യാത്ത കുറ്റത്തിനാ ഞാൻ ജയിലിൽ പോയത്. നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ചത് ഞാനാണ്. 14 വർഷം ഞാൻ മരിക്കാതെ ജയിൽ ജീവിതം അനുഭവിച്ചത് നിന്നോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നായാലും നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാകും. നീ നരകത്തിലേക്ക് പോകാൻ അധികം ദിവസങ്ങളില്ലെന്ന് നീ ഓർത്തോ പ്രഭാവതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശേഖർ. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, എന്തൊക്കെ ഇവിടെ നടന്നത്? വിശാലിന്റെ ഡെത്ത് ആഘോഷിക്കാൻ നിന്ന് നമ്മളിപ്പോ ചേച്ചിയുടെ മാല ചൂരൽ തൂക്കേണ്ട അവസ്ഥ ഉണ്ടായേനെ. ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, എന്റെ സാരിക്ക് എങ്ങനെയാ തീ പിടിച്ചത്? നമുക്ക് ഈ വീട്ടിൽ ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചില്ലായിരുന്നല്ലോ. എടാ, ഇനി പാർവതി ആയിരിക്കുമോ നമ്മുടെ ശത്രു എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ അവളല്ലേ ചേച്ചിയെ രക്ഷിച്ചതെന്ന് പ്രതാപനും പറയുന്നു. പാർവതിയും ഗാർഗിയുമാകാൻ എന്താണെങ്കിലും സാധ്യതയില്ലെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇനി രാധിക ആയിരിക്കുമോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. രാധിക ടോട്ടൽ വേസ്റ്റാ ചേച്ചിയെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇനി വിശാലായിരിക്കുമോ? ഏയ്, അവനാകാൻ സാധ്യതയില്ല. പക്ഷെ ചേച്ചി, എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ചേച്ചി പറഞ്ഞതുപോലെ പാർവതി തന്നെ ആയിരിക്കുമോ ഇതിന്റെ പിന്നില്? അവൾക്ക് കൂടോത്രമൊക്കെ അറിയാമെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അവള് മനക്കണ്ണിൽ എന്തൊക്കെയോ കണ്ടിട്ട് ചേച്ചിക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാണെങ്കിലോ? ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.